വെൽക്കം ടു Eduvalley. ഇന്ന് നമ്മൾ റൈറ്റ് സൈഡിലെ ഭാഗങ്ങളാണ് നോക്കണേ. അപ്പോൾ റൈറ്റ് സൈഡിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒന്ന് സൂം സ്ലൈഡറും മറ്റേത് വ്യൂ ഓപ്ഷൻസും ആണ്. എക്സലിലും പവർ പോയിന്റിലും വേർഡിലും വ്യൂ ഓപ്ഷൻസ് ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് വ്യൂസ് ആണ് മൂന്ന് കാര്യത്തിനുള്ളത്. അപ്പോൾ മൂന്ന് കാര്യത്തിലും കോമൺ ആയിട്ടുള്ള സൂം സ്ലൈഡറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കണേ. അപ്പോൾ സ്റ്റേറ്റസ് ബാറിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടന്റ് ആണ്, ആ കണ്ടന്റിന്റെ പേരാണ് സൂം സ്ലൈഡർ. അതുമായിട്ട് ബന്ധപ്പെട്ട് കോമൺലി ചോദിക്കുന്ന ആൻഡ് കുറച്ചും കൂടെ ഡീപ്പ് ലെവലിൽ ചോദിക്കാവുന്ന സ്റ്റഡിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ എന്തിനു വേണ്ടിയുള്ള കോച്ചിങ് ആണ്? കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് LD ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോച്ചിങ്ങുകളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്താണ് സ്റ്റേറ്റസ് ബാർ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഈ വർഷം ഇതിനെ ഒന്നുകൂടെ ഡീപ്പായിട്ട് നോക്കുന്നത്. സോ സ്റ്റേറ്റസ് ബാറിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടന്റ് ആണ് സൂം സ്ലൈഡർ. വേർഡിലാണെങ്കിലും എക്സലിലാണെങ്കിലും പവർ പോയിന്റിലാണെന്നുണ്ടെങ്കിലും സൂം സ്ലൈഡർ എന്തിനു വേണ്ടിയിട്ടാണ്? സൂമിങ് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സൂം സ്ലൈഡർ വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സൂം സ്ലൈഡർ എന്ന് പേര് വരാൻ കാരണം? നമ്മൾ ആ പോയിന്റിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാണ് ചെയ്യുക, അതുകൊണ്ടാണ് ആ പേര് വന്നത്. സോ ആ പേര് ഓർത്തിരിക്കുക. ആ സ്റ്റേറ്റസ് ബാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന സൂമുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യത്തിൻ്റെ പേരെന്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ പേര് തന്നെ ആദ്യം പഠിക്കുക. ഏതാണ്? സൂം സ്ലൈഡർ. ക്ലിയർ അല്ലേ? സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ലെവലിലേക്ക് നമുക്ക് പോവാം. സോ എന്താണ് സൂം സ്ലൈഡർ എന്നുള്ളതിൻ്റെ ഒരു മിനിയേച്ചർ റെപ്രസെൻറ്റേഷനാണ് ഞാൻ ഇനി ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇങ്ങനെയാണ് ആ സൂം സ്ലൈഡർ കാണാം അല്ലേ? ഇങ്ങനെയാണ് അത് കാണിക്കുക. സ്റ്റേറ്റസ് ബാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കാണുക. അപ്പോൾ ഇങ്ങനെ ഒരു വര ഉണ്ടാവും, അതിനൊരു മിഡിൽ പോർഷൻ ഉണ്ടാവും, പിന്നെ ഒരു നെഗറ്റീവും പോസിറ്റീവും സൈഡ് ഉണ്ടാവും. സോ എവിടെയാണ് ഡീഫോൾട്ടായിട്ട് അത് ഉണ്ടാവുക? സെൻറ്റർ പൊസിഷനിലാണ് ആ സ്ലൈഡ് ചെയ്യേണ്ട പോയിന്റർ ഉണ്ടാവുക. ആ സെൻറ്റർ പൊസിഷൻ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡീഫോൾട്ട് സൂമിങ് വാല്യൂവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് പഠിക്കേണ്ടത്. സോ നമുക്ക് ഈ ഡീഫോൾട്ട് വാല്യൂ സെൻറ്റർ പൊസിഷൻ ആണ് അല്ലേ? സെൻറ്റർ പൊസിഷനിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക്, ഇത് റൈറ്റ് സൈഡാണ് അല്ലേ, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക? സൂമിങ് ഇൻക്രീസ് ചെയ്യും. ഒന്നുകൂടെ ഓർത്തേ, എന്താണ് ഒന്നുകൂടെ പറഞ്ഞേ. ഇതാണ് നമ്മളുടെ സെൻറ്റർ പൊസിഷൻ അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ? സോ ഇതാണ് നമ്മളുടെ സെൻറ്റർ പൊസിഷൻ. സെൻറ്റർ പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഡീഫോൾട്ട് വാല്യൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ സെൻറ്റർ പൊസിഷനിലുള്ള പോയിന്ററിൽ നിന്നും നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഇതിനെ പിടിച്ചിങ്ങനെ റൈറ്റിലോട്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സൂം ഇൻക്രീസ് ചെയ്യുവാണ്. ഇനി നമ്മൾ സെൻറ്റർ പൊസിഷനിൽ നിന്നും ലെഫ്റ്റിലേക്ക് നീങ്ങുവാണ്. സോ ലെഫ്റ്റിലേക്ക് നീങ്ങുമ്പോൾ എന്താണ്? സൂം ഔട്ടാണ്. അപ്പോൾ ഈ സൂം സ്ലൈഡറിൻ്റെ സെൻറ്റർ പൊസിഷൻ ഡീഫോൾട്ട് വാല്യൂവിനെയാണ് കാണിക്കുക. സെൻറ്റർ പൊസിഷനിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് റൈറ്റിൽ ആരാളുള്ളത്? മാക്സിമം വാല്യൂ. സോ സെൻറ്റർ പൊസിഷനിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് സൂം ഇന്നാണ് നടക്കുക, സൂമിങ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഈ പറയുന്ന സെൻറ്റർ പൊസിഷനിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റിൽ ആരാ ഉള്ളത്? മിനിമം വാല്യൂ ആണ്. സോ സൂമിങ് എന്താണ്? കുറയാണ് ചെയ്യുക. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കാരണം ഇക്കഴിഞ്ഞൊരു എക്സാമിൽ ഉണ്ടായിരുന്നു, സൂം സ്ലൈഡറിൻ്റെ പ്രവർത്തനം തന്നിട്ട് ജംബിൾഡ് ഓർഡറിലാണ്, കറക്റ്റ് ഓർഡറിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കണം. സൂം സ്ലൈഡറിനകത്ത് ആദ്യം സൂം ഇന്നാണോ സൂം ഔട്ടാണോ ചെയ്യാൻ പറഞ്ഞേക്കണത് എന്ന് നോക്കുക. അതിനനുസരിച്ച് ആൻസർ ട്രിഗർ ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഡോക്യുമെൻറ്റിനകത്ത് ആദ്യം സൂം ചെയ്യുന്നതിനും പിന്നീട് സൂം ഔട്ട് ചെയ്യുന്നതിനുമുള്ള പ്രൊസീജിയർ പറയുകയാണ്. അതാണ് പുതിയ ചോദ്യം. അപ്പോൾ സൂം ഇൻ ചെയ്തിട്ടാണ് സൂം ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്റ്റേറ്റസ് ബാറിലെ സൂം സ്ലൈഡറിൽ വരണം അല്ലേ? നമ്മുടെ കഴ്സർ എവിടെ വരണം? സ്റ്റേറ്റസ് ബാറിലെ സൂം സ്ലൈഡറിൽ വരണം. സൂം സ്ലൈഡറിൽ നിന്ന് ആ പൊസിഷനിൽ നിന്ന് എവിടെയാണോ പോയിന്റർ നിൽക്കുന്നത് ആ പൊസിഷനിൽ നിന്നും സൂമിനാണ് ആദ്യം പറഞ്ഞേക്കുന്നത് അല്ലേ? ആ പൊസിഷനിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സൂം ഇൻ ആവും. അപ്പോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ സൂം ഇൻ ആയി. ഇനി എന്ത് ചെയ്യണേ? സൂം ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എന്ത് ചെയ്യണം?
ഇപ്പൊ എവിടെയാ നിൽക്കണേ? റൈറ്റിലാണ്. അവിടുന്ന് എങ്ങോട്ട് വരണം? ലെഫ്റ്റിലേക്ക് വരണം. ലെഫ്റ്റിലേക്ക് വരുന്തോറും എന്താണ്? ഡിക്രീസ് ചെയ്യും അല്ലേ? സൂമിങ് ഡിക്രീസ് ചെയ്തിട്ട് മിനിമം വാല്യൂവിലെത്തും. അപ്പൊ ഈ ഒരു കാര്യം, ഈ കാണുന്ന ഫിഗർ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പേപ്പറിനകത്ത് കൃത്യമായിട്ട് കളറൊക്കെ കൊടുത്ത് വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇതാണ് സൂം സ്ലൈഡറിന്റെ ഒരു മിനിയേച്ചർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 1 ലൈൻ ഡയഗ്രാം എന്ന് പറയാവുന്നത്. അതിന്റെ സെന്റർ പോയിന്റർ, സെന്ററിലാണ് ഡീഫോൾട്ട് ആയിട്ട് പോയിന്റർ ഇരിക്കുക. കാരണം സെന്റർ റെപ്രസെന്റ് ചെയ്യുന്നത് ഡീഫോൾട്ട് വാല്യൂവിനെയാണ്. റൈറ്റ് സൈഡിലാണ് മാക്സിമം വാല്യൂ ഉള്ളത്, ലെഫ്റ്റ് സൈഡിലാണ് മിനിമം വാല്യൂ ഉള്ളത്. ദെൻ സെന്ററിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് സൂമിങ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക, സൂം ഇൻ ആണ് നടക്കുക. പിന്നെന്താണ്? സെന്ററിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് സൂം ഔട്ട് ആണ് നടക്കുക. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് നോക്കാനുള്ളത് വേർഡിലെയും എക്സലിലെയും പവർ പോയിന്റിന്റെയും സൂം വാല്യൂസ് ആണ്. ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഒരു ക്ലാസ്സിൽ ഇത് കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റും. മിനിമം വാല്യൂ എന്ന് പറയുന്നത് വേർഡിലാണെങ്കിലും എക്സലിലാണെങ്കിലും പവർ പോയിന്റിലാണെങ്കിലും എത്രയാണ്? 10%. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 10%. ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് വേർഡിലും എക്സലിലും 100%. പവർ പോയിന്റിൽ നമുക്ക് ഡീഫോൾട്ട് വാല്യൂ പഠിക്കാനില്ല, കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്ക്രീൻ വിഡ്ത്ത്. നമ്മളുടെ മോണിറ്ററിന്റെ സ്ക്രീൻ സ്പേസ് വലുതാവുന്നതിനനുസരിച്ച് മോണിറ്ററിന്റെ ഡീഫോൾട്ട് വാല്യൂസിൽ മാറാം. അപ്പോൾ അവിടെ ഒരു ഡീഫോൾട്ട് വാല്യൂ നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല. ബാക്കി വേർഡിലും എക്സലിലും പഠിക്കുക എത്രയാണ്? 100%. ഇനി മാക്സിമം വാല്യൂ നോക്കുക. മാക്സിമം സൂം വാല്യൂ എത്രയാണ്? വേർഡിനെ സംബന്ധിച്ചിടത്തോളം 500%, എക്സലിനെ സംബന്ധിച്ചിടത്തോളം 400%, പവർ പോയിന്റിനും എത്രയാണ്? 400%. അപ്പൊ മിനിമം വാല്യൂ 3 10%, ഡീഫോൾട്ട് വാല്യൂ വേർഡിനും എക്സലിനും 100%, പവർ പോയിന്റിന് ഇറ്റ് ഡിപ്പെൻഡ്സ് സ്ക്രീൻ വിഡ്ത്ത് എന്ന് ഓർത്തിരിക്കുക. മാക്സിമം വാല്യൂ വേർഡിൽ 500ഉം എക്സലിലും പവർ പോയിന്റിലും 400%. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിക്കുന്നത്, സൂം എന്ത് യൂണിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്? സൂം എന്ത് യൂണിറ്റിലാണ് നമ്മൾ പറയണേ? പെർസെൻറ്റേജിലാണ് അല്ലേ? പെർസെൻറ്റേജ് ആണല്ലോ ഇവിടെ ഇട്ടേക്കണേ. അപ്പൊ സൂം ഈസ് റെപ്രസെന്റഡ് ആസ് പെർസെൻറ്റേജ് എന്നുള്ള ഒരു സെന്റൻസ് കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ വേർഡ് എക്സൽ പവർ പോയിന്റിനകത്ത് സൂം എന്ന് പറയുന്ന ഏരിയ നമ്മൾ കവർ ചെയ്തു. ആൻഡ് ഇത് ഏത് ടാബിലാണുള്ളത്? വേർഡിലാണെങ്കിലും എക്സലിലാണെങ്കിലും പവർ പോയിന്റിലാണെങ്കിലും വ്യൂ എന്ന് പറയുന്ന ടാബിനകത്താണ് സൂം ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഭാഗങ്ങൾ ക്ലിയർ ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാമിനൊക്കെ ഇത് വരുവാണെന്നുണ്ടെങ്കിൽ ഓർക്കാം. ഓക്കെ, അപ്പോൾ ഫൈൻ. അപ്പോൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരുപാട് കാര്യങ്ങൾ റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺഫ്യൂസ് ആയി പോകരുത്. അതുകൊണ്ട് എപ്പോഴും എന്തുണ്ടാവണം? ബേസ് തെറോ ആയെങ്കിലാണ് നമുക്ക് അതിൻ്റെ മണ്ടയിലോട്ട് എന്ത് പണിതിട്ടും കാര്യമുള്ളൂ അല്ലേ? ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷന് നല്ല കട്ടിയുറപ്പുണ്ടെങ്കിലാണ് അതിൻ്റെ മണ്ടയിലോട്ട് എന്ത് പണിഞ്ഞിട്ടും നമുക്ക് കാര്യമുള്ളൂ. സോ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം പോലും പാഴാക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഫൈൻ. താങ്ക് യു.